ആൾക്കാർ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ഒരു പേര് കോട്ടയം കുഞ്ഞന്നാമ്മ. ആ പേര് എങ്ങനെ വന്നത്? കുഞ്ഞന്നാമ്മ എന്ന് പറയുന്നത് എന്റെ പപ്പയുടെ അമ്മയാണ്. ഓ, അപ്പൊ അമ്മയുടെ ക്യാരക്ടറാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ സ്വഭാവവും രീതികളും ഒക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള ആ ഒരു ക്യാരക്ടറാണ്. കാണുമ്പോഴും എല്ലാവരും കുഞ്ഞന്നാമ്മ എന്നാണ് എന്നെ ഓൾറെഡി വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പേര് ഇതാണോ അല്ല പൊന്നു എന്ന് അങ്ങനെ ചോദിക്കുന്നത്. നസീറ പോലെ ഇവിടെയൊക്കെ ചെറിയ മറിയൊക്കെ വെച്ചിട്ടായിരിക്കും വേറൊരു ക്യാരക്ടർ കാണിക്കുക. അല്ലെങ്കിൽ വെപ്പ് മുടി വെച്ചിട്ടായിരിക്കും ഒരിടത്ത് ഇങ്ങനെ പിന്നീടും ചിലയിടത്ത് അഴിച്ചിട്ട് ചിലയിടത്ത് പൊക്കിക്കിട്ടും. അങ്ങനെ ഓരോ ക്യാരക്ടർ. സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല ആസ്പെക്റ്റാണ്. ജോലി ഉണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ കുഞ്ഞിനെ നോക്കാൻ ഉള്ള രീതിയിൽ നമുക്ക് അന്നാ ജോലി അങ്ങ് നിറച്ചു. എനിക്ക് ജോലിക്ക് പോകുന്നത് അത്ര വലിയ ഇഷ്ടമൊന്നുള്ള കാര്യമല്ലായിരുന്നു. പക്ഷെ അത് എനിക്കും ഹസ്ബൻഡ് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. കുഞ്ഞായതിനു ശേഷമാണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. ഞാൻ ആഗ്രഹിച്ച ഒരു ഇതിലോട്ട് വരാൻ തുടങ്ങിയത് എനിക്ക് കുഞ്ഞായതിനു ശേഷമാണ്. വീട്ടിൽ മുറ്റം അടിക്കുമ്പോൾ വീടിനടുത്തോടെ പോകുമ്പോൾ എവിടെ ക്യാമറ വെച്ചാൽ അഭിനയിക്കുവാണോ ചോദിക്കും. മുറ്റം അങ്ങനെ അടിക്കാറൊന്നുമില്ല. കാണുമ്പോഴേ ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മ വരെ അഭിനയിച്ചു തുടങ്ങി. ഓരോ ഇത് വരുമ്പോൾ പെട്ടെന്ന് വാ സാരി എടുത്തിട്ട് അല്ലെങ്കിൽ നൈറ്റ് ഇട്ടിട്ട് വാന്ന് പറയുമ്പോഴേക്കും ഫേമസ് ആയിട്ട് എനിക്കിപ്പോ പറ്റാത്തൊരു കാര്യം, വിളിക്കാത്ത കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല. പക്ഷെ എന്നിട്ടും ഈ ഇടയ്ക്കും കൂടി ഞാൻ വിളിക്കാത്തൊരു കല്യാണത്തിന് പെട്ടെന്ന് പോയി കഴിച്ചിട്ട് ഓടിപ്പോകുന്നു. ഒരു സദ്യയാണ്. എനിക്ക് ഭയങ്കര സദ്യ ഭയങ്കര ഇഷ്ടം. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ആ സമയത്തും ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്താൽ മിണ്ടോ, എന്തേലും ഒന്നും മിണ്ടോ, ഇപ്പൊ ഒന്നും മിണ്ടായിരിക്കും, ഒന്നും മിണ്ടായി തൊള്ള ഉറങ്ങായിരിക്കും എന്ന് വെച്ച് പറയും. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പൊന്നു അന്ന മനു ആണ്. വെൽക്കം. യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ആയി ഡേ ടു ഡേ ഓരോ കണ്ടന്റ് ഒക്കെ ആയിട്ടാണ് പൊന്നു അന്ന മനു എന്ന് പറഞ്ഞ ചാനൽ വരുന്നത്. ആക്ച്വലി പേര് പൊന്നു അന്ന മനു റിയൽ നെയിം ആണോ, എങ്ങനെയാണ് യൂട്യൂബ് ചാനലിന് ഈ പേര് തന്നെ കൊടുത്തത്? എന്റെ റിയൽ നെയിം ആണ് പൊന്നു അന്ന മനു എന്നുള്ളത്. പൊന്നു അന്ന ഫിലിപ്പാണ്. ഹസ്ബൻഡാണ് ഇപ്പൊ മനുവിലോട്ട് വന്നത്. യൂട്യൂബ് ചാനൽ അങ്ങനെ ചാനലായിട്ട് തുടങ്ങാനൊന്നും വെച്ചതല്ലോ. ജസ്റ്റ് നമ്മൾ അങ്ങനെ ഒരു ഓൾറെഡി ടിക്ടോക്ക് ചെയ്തിരുന്ന കാലം തൊട്ടേ എൻ്റെ ഫോണിൽ കുറച്ച് സ്പേസ് കൂടുമ്പോഴേക്കും ഒന്ന് മാറ്റിയിടാനായിട്ടുള്ള ഒരു സ്പേസ് മാത്രമായിട്ടാണ് ഈ യൂട്യൂബ് കണ്ടിട്ടുള്ളത്. പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അൺലിസ്റ്റ് ആക്കിയോ അങ്ങനെ ഇട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ആയി പോകണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചിരുന്ന ഒരു ചാനൽ. അപ്പം അന്ന് കൊടുത്തിരുന്ന പേരാണ്. അതിങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചില്ലല്ലോ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി. എന്താണെന്നറിയോ, ഒരു കോട്ടയംകാരിയെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഞാനും ഒരു കോട്ടയംകാരിയാണ്. ഇന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി. അതല്ലേ ഈ പൊന്നു അന്ന മനു എന്നൊരു പേരുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ഒരു പേര് കോട്ടയം കുഞ്ഞന്നാമ്മ. ആ പേര് എങ്ങനെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ ആ പേര് എങ്ങനെ വന്നത്? അതെന്റെ വീഡിയോയിൽ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ്, അമ്മച്ചി വേഷം. അപ്പൊ പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് കുഞ്ഞന്നാമ്മ. അപ്പൊ അതിനകത്ത് കാര്യ കുഞ്ഞന്നാമ്മ എന്ന് പറയുന്നത് എന്റെ പപ്പയുടെ അമ്മയാണ്. അപ്പൊ അമ്മയുടെ ക്യാരക്ടറാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ സ്വഭാവവും രീതികളും ഒക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള ആ ഒരു ക്യാരക്ടറാണ്. അപ്പൊ എന്തായാലും ഒരു ഫേസ്ബുക്കിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നാ കോട്ടയം കുഞ്ഞന്നാമ്മ എന്ന് വിളിക്കും. ഇപ്പൊ എല്ലാവരും കാണുമ്പോഴും എല്ലാവരും കുഞ്ഞന്നാമ്മ എന്നാണ് എന്നെ ഓൾറെഡി വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പേര് ഇതാണോ അല്ല പൊന്നു എന്ന് അങ്ങനെ ചോദിക്കുന്നത്. മമ്മൂക്കൊക്കെ ഇതുപോലൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ കോട്ടയം കുഞ്ഞച്ചൻ എന്നൊരു പേര് കിട്ടിയ പോലെ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ അല്ല എന്നോട് അതിന് കമന്റിൽ ചോദിച്ചത് കോട്ടയം കുഞ്ഞച്ചന്റെ ആരായിട്ട് വരും, ബാക്കിയുള്ള ഒരു അമ്മായി ആയിട്ട് വരും എന്ന് പറയും. ഈ ഒരു അതായത് യൂട്യൂബ് ചാനലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഡബിൾ റോളിലും നമ്മുടെ പൊന്നു അന്ന വരാറുണ്ട്. അതായത് ഇപ്പം അമ്മയുടെ റോളും അതുപോലെ തന്നെ മകളുടെ റോളും അമ്മായിയമ്മയുടെ റോളും ഇതൊക്കെ ആയിട്ടും ഡബിൾ റോളും ട്രിപ്പിൾ റോളും ഒക്കെ അവിടെ സുരക്ഷിതമായിരിക്കും. അപ്പം എങ്ങനെയാ ഈ രണ്ട് റോളൊക്കെ ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യുന്നതും എങ്ങനെയൊക്കെ ആയിരിക്കും? ആദ്യം ഒരു ഇപ്പൊ പ്രായ റോളായിരിക്കും ആദ്യം ചെയ്തു വെക്കുന്നത്. അത് കഴിഞ്ഞാൽ അവർക്കുള്ള റിയാക്ഷൻസ് എല്ലാം ഇപ്പൊ അവർ ഓരോ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അവരിവിടെ വരും, ഇവർ ഈ ഡയലോഗ് പറയും, ഈ ഡയലോഗിന് ഇന്ന റിയാക്ഷൻ കൊടുക്കണം. അത് ഓൾറെഡി എൻ്റെ മൈൻഡിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ക്യാമറ വെക്കുമ്പോൾ അവിടെ വെച്ചോ ഇവിടെ വെച്ചോ അങ്ങനെ പറഞ്ഞ ഫസ്റ്റ് റോളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം രണ്ടാമത്തെ റോള് ചെയ്യും. ആളുടെ തീർന്നിട്ട് ശേഷം മൂന്നാമത്തെ റോൾ ചെയ്യും. അത് ചെയ്തിട്ടെല്ലാം കൂടി എഡിറ്റ് ചെയ്യുമ്പോൾ ശരിയാക്കും. എന്നാൽ ഈ കണ്ടിന്യൂറ്റിയുടെ പ്രശ്നം അല്ലെങ്കിൽ ഇതാരെ ക്യാമറയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാ ക്യാമറ ചെയ്യുന്നതൊക്കെ? ഈ ഒരു ലോങ് വീഡിയോയുടെ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, അവൻ ചെയ്യും. പിന്നെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ക്യാമറ എൻ്റെ ഫ്രണ്ട് തന്നെ ക്യാമറയിൽ ചെയ്യും. എത്ര നേരമൊക്കെ എടുക്കും ഒരു കണ്ടന്റിന് വേണ്ടി, ഷൂട്ടിങ്ങിനും കാര്യത്തിനും ഒക്കെ? ഒരു 1 ഡേ ഫുൾ, ഒരു 10 മണിക്ക് തുടങ്ങിയ ഒരു 5 മണി 6 മണി വരെയൊക്കെ ഒരു ദിവസം കംപ്ലീറ്റ്ലി ഇതിന് വേണ്ടി. അപ്പൊ കണ്ടന്റിന്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ തന്നെ ഓരോ ദിവസം ഓരോ കണ്ടന്റുകളായിരിക്കും. അപ്പം അതും സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കും, ചിലപ്പോൾ ഹ്യൂമർ ആയിട്ട് പറയുന്നത്. ഓരോ ദിവസം നമ്മൾ എന്നും ഓരോരോ കണ്ടന്റ് ആണ്. അപ്പൊ ഇതെങ്ങനെ ആരാ ശരിക്കും ഈ കണ്ടന്റ് എഴുതുന്നതും സ്ക്രിപ്റ്റ് എഴുതുന്നതൊക്കെ ആരാ? കണ്ടന്റ് സ്ക്രിപ്റ്റ് എഴുതുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ എനിക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ഒരു മേഖലയാണെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കും, എന്താണ് അഭിപ്രായം,
അതായത് ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും ഇങ്ങനെ ചോദിക്കും, ഇന്നൊരു ഇത് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പം അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ട് അത് വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കും. ഇപ്പം വീട്ടിലെല്ലാവരും ഹെൽപ്പ് ചെയ്യും കണ്ടന്റ്. ഇപ്പം എല്ലാവരും കണ്ടന്റ് പറച്ചിലുകാരാണ്, നമുക്ക് ഇതിങ്ങ് ചെയ്താലോ അല്ലെങ്കിൽ അതിങ്ങ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പം ഭയങ്കര ഇതാണ്. അല്ലാതെ തന്നെ എനിക്ക് കുറെ മെസ്സേജ് വരും, ചേച്ചി ഇന്നതിനെ കുറിച്ചൊന്നും ചെയ്യാവോ, ഞങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടാ, അവരെ ഒന്ന് കാണിക്കണം, അങ്ങനെ പറയാതെ പറഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ കുറെ പേര് അവരവരുടെ ലൈഫ് തന്നെ വരും. ശരിക്കും ഒരു കഥയല്ല ജീവിതം പോലെയാണ് എൻ്റെ കമന്റ് ബോക്സ്. അവരുടെ കഥ ഫുൾ ഞാനിരുന്ന് കേൾക്കും, അത് വെച്ച് ചിലപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കും. അതാണ് ആൾക്കാർ പറയുന്നത് വെച്ചോ കണ്ടന്റ് ഉണ്ടാക്കും. ചെറുപ്പത്തിലോട്ട് ഈ ആക്ടിങ് അല്ലെങ്കിൽ ഇപ്പൊ എഴുത്തിന്റെ കാര്യം പറഞ്ഞ കണ്ടന്റിന്റെ കാര്യമൊക്കെ ചെയ്യുന്നത് ചെറുപ്പത്തിലോട്ട് ഇതൊക്കെ ആയിരുന്നോ ആഗ്രഹം ഉണ്ടായിരുന്നത്? ആക്ടിങ് അല്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. കാര്യം ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകണം എന്നാണ്. അഭിനയം എന്താ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, അഭിനയിച്ചിട്ടുമില്ല. സ്കൂൾ കാലഘട്ടത്തിലൊന്നും ഡാൻസ് ചെയ്യുമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതിനുശേഷം എനിക്ക് 4-5 വർഷമായതേ ഉള്ളൂ യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. അപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും, അതായത് ഫസ്റ്റ് വീഡിയോ ഇടുമല്ലോ നമ്മള്, അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എന്തായിരുന്നു തോട്ട് ഉണ്ടായിരുന്നത്? ടിക്ടോക്കിലാണ് ആദ്യം വരുന്നത് എന്ന് പറഞ്ഞാൽ, അതിന് മുമ്പും വീഡിയോ ചെയ്യുമായിരുന്നു, ഫേസ്ബുക്കിലൊക്കെ ഇടും, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫേസ്ബുക്കിലൊക്കെ ഇടുമായിരുന്നു. പക്ഷെ അത് നമ്മളുടെ ആ ഒരു ഫോളോ ചെയ്യുന്നവർ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഫ്രണ്ട്സ് കാണുന്നു, പിള്ളേർ എന്നെ പൊന്നമ്മയെന്നാട്ടോ വിളിക്കണം, അപ്പോൾ ഒരു പൊന്നമ്മ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ കമന്റ് ഒരു അതിൽ തന്നെ നിൽക്കുന്ന ഒരു ഇതായിരുന്നു. പിന്നെ ടിക്ടോക്ക് എന്ന് പറഞ്ഞത് ഒരു മ്യൂസിക്കലിലോട്ട് വരുന്നു, അത് കഴിഞ്ഞ് ടിക്ടോക്കിലോട്ട് മാറുന്നു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഇത് ഇത്രയും വേറെ പ്ലാറ്റ്ഫോമിലോട്ട് ഷെയർ ചെയ്ത് പോയി വൈറലാവും അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഇടുന്നു, നമ്മളെ ഫോളോ ചെയ്യുന്നവർ കാണുന്നു, കമന്റ് ഇടുന്നു, ആ ഒരു രീതിയിലാണ് എപ്പോഴും പൊക്കോണ്ടിരുന്നത്. പിന്നെ അങ്ങനെ വീട്ടിലാണെങ്കിലും ആർക്കും അറിയത്തില്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഹസ്ബൻഡ് വരുമ്പോൾ വൈകിട്ട് വരുമ്പോൾ ഞാൻ ഇന്ന് ചെയ്ത വീഡിയോ ആണെന്ന് പറഞ്ഞാൽ ആളെ കാണിച്ചു കൊടുക്കും. അത് അപ്പം തന്നെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതപ്പം ഞാൻ ഷെയർ ചെയ്യും. അതിൽ കുറച്ച് കമന്റ് വരും. പിന്നെ അങ്ങനെ ഓൺ വോയിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് അത് വൈറലായത്. ഇങ്ങനെ ഒരുപാട് പേജുകളിലോട്ട് പോയി ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോഴാണ് വീട്ടിൽ മനസ്സിലായി ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നുണ്ടോ അങ്ങനെയൊക്കെ. അതാണ്. അപ്പോൾ എന്നും അന്നത്തെ വീഡിയോ ചെയ്യുമായിരുന്നു. ടിക്ടോക്ക് ഡെയിലി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കോപ്പി റൈറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. നമുക്കൊരു പാട്ട് എടുക്കുമ്പോൾ പിന്നെ കണ്ടന്റും അതുപോലെ തന്നെ കുറേ ആളുകൾ നമ്മളെ നോക്കിയിരിക്കുമ്പോൾ നല്ല കണ്ടന്റ് കൊടുക്കണ്ടേ, അപ്പം അതിനുവേണ്ടി കുറച്ച് സമയം. റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂടുതലാണ് ഇപ്പോൾ. റെസ്പോൺസിബിലിറ്റി കൂടിയ പോലെ തന്നെ ആൾക്കാരുടെ എണ്ണവും ചാനലിൽ കൂടി വരണം ഓരോ ദിവസം. ഓരോ കണ്ടന്റ് വരുമ്പോഴത്തേനും ആക്ച്വലി ഫാമിലിയിലുള്ളവർ തന്നെയാണോ കൂടെ അഭിനയിക്കുന്നത്? ഇപ്പൊ അങ്ങനെയാണ്. നേരത്തെ അതാണ്, കുറേ റോള് ചെയ്തോണ്ടിരിക്കുമ്പോഴും ആളില്ല. ചിലവർ പറയും ഭയങ്കര ബോറായിട്ടുണ്ട്, ഇങ്ങനെ ഒത്തിരി ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ ചില വ്യത്യാസം ഇല്ല. ചില ഇവിടെ ഇങ്ങനെ നസീറ പോലെ ഇവിടെയൊക്കെ ചെറിയ മറിയൊക്കെ വെച്ചിട്ടായിരിക്കും വേറൊരു ക്യാരക്ടർ കാണിക്കുക, അല്ലെങ്കിൽ വെപ്പ് മുടി വെച്ചിട്ടായിരിക്കും ഒരിടത്ത് ഇങ്ങനെ പിന്നീടും, ചിലയിടത്ത് അഴിച്ചിട്ടും ചിലയിടത്ത് പൊക്കിക്കിട്ടും, അങ്ങനെ ഓരോ ക്യാരക്ടർ. ചിലവർ പറയും, മിക്കവരും പറയുന്നത് അത് വേറൊരു ക്യാരക്ടറായിട്ട് വേറൊരാളായിട്ട് തോന്നാറുണ്ടെന്ന്. പക്ഷെ കുറച്ച് പേര് പറയില്ല, ഇതിങ്ങനെ ഭയങ്കര ബോറാണ്, ഒരാൾ തന്നെ പല റോള് ചെയ്യുമ്പോൾ എന്ന് പറയും. ഇപ്പം എനിക്ക് ചെയ്യാനായിട്ട് എല്ലാത്തിലും റോള് ചെയ്യാൻ ആളുകളുണ്ട്. വീട്ടിൽ തന്നെയുള്ളവരാണ്, വീടിനടുത്തുള്ളവരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ ചോദിച്ചു വരുന്നവര് ഇങ്ങനെ റോള് ചെയ്യാൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്നും പറഞ്ഞു വരുന്നവരുണ്ട്. അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ അവസരം കൊടുക്കുന്ന ഒരാളാണ്. എന്റെ വീഡിയോയിൽ വരുന്ന ഒരാൾ പോലും മിണ്ടാതെ നിൽക്കരുന്നുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ റോള്. പക്ഷെ അതും ചെയ്തിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരു പാസിങ് ഷോട്ട് ആയിരിക്കും, അത് കണ്ടിട്ട് വരെ ആളുകളെ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് നമ്മളോട് വന്ന് പറയും, ദേ എന്നെ അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു കുഞ്ഞിനാമ്മയുടെ ചാനലിൽ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു വീഡിയോ ഔട്ടിറങ്ങുന്നതിനേക്കാൾ സന്തോഷമാണ് എനിക്ക്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്ത് മാത്രം അറിയുന്നവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ എൻ്റെ ചാനലിലൂടെ കണ്ടല്ലോ, അവരോട് കൂട്ടിയിടിച്ചാൽ പോലും മിണ്ടാത്തവർ വരെ വന്ന് മിണ്ടുന്നെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അതുപോലെ ഇപ്പോൾ കണ്ടന്റ് എടുക്കുകയാണെങ്കിലും എന്തെങ്കിലും റിയൽ എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണോ കണ്ടന്റ് ചെയ്തു തുടങ്ങിയത്, അല്ലെങ്കിൽ കണ്ടിട്ട് പരിചയമുള്ളവരുടെ കഥകളായിരുന്നോ? ഇപ്പം ഓരോ ഇൻസിഡന്റ് ഉണ്ടല്ലോ വീട്ടിലുണ്ടാവുന്ന. ഇപ്പം റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തതും ഒരു കല്യാണം വിളിക്കാൻ പോകുന്നൊരു ഇതായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായ കാര്യമാണോ എന്നൊക്കെ ഉണ്ടായിരിക്കണം എന്നെങ്കിൽ അത് ഒരാളോട് പറയുമ്പോൾ അങ്ങനെയുള്ള കണ്ടന്റുകളായിരുന്നു. ഫസ്റ്റ് ചെയ്തു തുടങ്ങിയപ്പോഴേക്കും ഇങ്ങനെ ഒരു അമ്മ മകൻ്റെ അടുത്ത് പറയുന്ന ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് പോകണം എന്നുള്ളതായിരുന്നു. അത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്നിട്ട്, ഹസ്ബൻഡ് കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുടെ മകന് ഇങ്ങനെ ബൈക്ക് മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും മനുഷ്യ പറഞ്ഞു, ഓക്കെ അത് പിള്ളേരല്ലേ, +2 കഴിഞ്ഞാൽ അവരെ ആണുങ്ങൾ പറയുന്ന ഒരു കാര്യമാണല്ലോ ബൈക്ക് വേണം എന്നുള്ളത്. അപ്പോൾ ചേച്ചി അത് മേടിച്ചു കൊടുത്തു. അത്
വേണ്ടാന്ന് വെക്കണ്ട, പക്ഷെ എവിടെ പോയാലും ഹെൽമെറ്റ് വെക്കണം എന്ന് ചേച്ചി അങ്ങനെ കുറച്ച് ഇമോഷണലി അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതാ അപ്പൊ എന്നോട് വന്നപ്പോൾ ഞാൻ ചോദിച്ചത് എവിടെയെങ്കിലും ഉള്ളതാണോ അല്ലെ സിനിമയിലുള്ളതാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ അല്ല, ഇത് ഞാൻ എൻ്റെ സ്വന്തത്തിന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യട്ടെ. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ വരുന്നത്. അതപ്പം തന്നെ കുറെ പേര് അത് ഏറ്റെടുത്ത് കുറെ വൈറലായി. അയ്യോ എൻ്റെ അമ്മ ഇമോഷണലി ഭയങ്കര ഇതായി. അങ്ങനെയാണ് ഫസ്റ്റ് ഒരു അങ്ങനത്തെ ഒരു റിയൽ ലൈഫല്ല ഒരു കണ്ടന്റ് ചെയ്തു തുടങ്ങുന്നത്. പിന്നെ നമ്മൾ എന്താ പറയാ, ചുറ്റുവട്ടം നോക്കി ഒത്തിരി ക്യാരക്ടർ നമ്മൾ കാണാം, എല്ലാവരെയും ക്യാരക്ടർ ആക്കിയ. പിന്നെ ഒരു വിഷയം കിട്ടുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി എങ്ങനെയായിരിക്കും ഒരു ക്യാരക്ടർ വരുന്നത്, കുറെയൊക്കെ അതിനകത്ത് എങ്ങനെ കോമഡി വർക്കൗട്ട് ചെയ്യാം എന്നൊക്കെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. നല്ലൊരു സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരിക്കും. കാരണം ഡയലോഗ്സ് ആയിട്ട് അത് എഴുതണം. അതിനുശേഷം ഇപ്പം നിങ്ങളുടെ വീഡിയോസ് ശ്രദ്ധിച്ചറിയാം, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടെ നമുക്കായിട്ട് ഇടും. കാരണം എത്ര എഫേർട്ട് ഇടുന്നുണ്ട് നമുക്ക് അത് മനസ്സിലാവും. കാരണം ഡയലോഗ് പറയുമ്പോൾ ചിലപ്പം അമ്മ ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിപ്പോ ഈ വർഷം തൊട്ടാണ് ഞാനത് തുടങ്ങിയത്. കുറച്ചുകൂടെ ആളുകളോട് മനസ്സിലാവട്ടെ, നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവട്ടെ എന്ന് ഓർത്ത് അങ്ങനെ ബിഹൈൻഡ് ദ സീൻ ഇടുക. പിന്നെ ഇപ്പൊ ആളുകൾ കൂടിയപ്പോൾ അവർക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന തമാശകളും ചിരി അതൊക്കെ അത് കാണാനും ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പൊ അതും കുറഞ്ഞു പോയെന്നാ പറയുന്നത്. നമ്മള് മനഃപൂർവ്വം ഇടുന്നല്ല, അവരുടെ ഇതിൽ ഒരു തമാശകൾ ഇട്ട് വരുന്നതാണ്. അപ്പൊ അതും കാണാൻ ആളുകളുണ്ട്. അത് കുറഞ്ഞു പോയെന്നല്ലേ? അതെ അതെ. ഹസ്ബൻഡിനെ വീഡിയോസിൽ അതായത് ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നൊക്കെ ഫ്രണ്ട്സ് ആണോ അതോ ഹസ്ബൻഡ് റിയൽ? അതെ, ഫ്രണ്ട്സ് ആണ്. ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ അവരെപ്പോൾ വിളിച്ചാലും അവർക്കും ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെപ്പോൾ വിളിച്ചാലും ഓടിയെത്തും. അവരെ എല്ലാവരെയും മാറി മാറി എനിക്ക് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല ഹസ്ബൻഡാണ്. അല്ല, ചേച്ചിയുടെ ഹസ്ബൻഡ് ഇതല്ലേ, അതല്ല എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ വേറെ വീഡിയോയിൽ വേറെ ഓക്കെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇതാണല്ലേ. പിന്നെ ലാസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടും, എൻ്റെ ഫാമിലി ഫോട്ടോ ഒക്കെ ഇടും. അങ്ങനെ ഫാമിലി അങ്ങനെ എപ്പോഴും അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല. നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും വെച്ചിട്ട് എന്റെ ഫാമിലിയിലുള്ള എല്ലാരും ഞാൻ കണ്ടന്റ് ആക്കാം. ഫാമിലിയിൽ ശരിക്കും ആരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, 2 കുട്ടികളുണ്ട്, പിന്നെ പപ്പ അമ്മ, ഒറ്റ മോനാണ്. മക്കള് എത്രയിലൊക്കെയാണ്? ഒരാള് 2ാം ക്ലാസ്സില്, ഒരാൾക്ക് 4 വയസ്സാവുന്നു. ഡേ കെയറിലൊക്കെ പോവാം. അവര് വീഡിയോസിന്റെ പാർട്ട് ആയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ നമ്മളുടെ ആ കണ്ടന്റിൽ ഒരു കൊച്ചിന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ മാത്രം, അല്ലാതെ ചുമ്മാ ആവശ്യമില്ലാതെ എന്നാ ഇരിക്കട്ടെ ഒരു ക്യാരക്ടർ അങ്ങനെയില്ല. ഇപ്പൊ ഒരു കുഞ്ഞുള്ള ഒരമ്മയുടെ സ്ട്രഗ്ലിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ അവിടെ കൊച്ചിനെ ഉണ്ടാവും. പിന്നെ തീരെ പൊടി കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ പാവയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള പിള്ളേരെ അഭിനയിക്കാൻ കിട്ടിയിട്ടില്ല. അപ്പൊ എന്താണ് നമുക്ക് ഇപ്പൊ പൊന്നുവിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ലൈവായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡബിൾ റോള് എങ്ങനെ ഹാൻഡിൽ ചെയ്തെന്ന് നമുക്ക് അറിയാനൊരു എക്സൈറ്റ്മെന്റ്. അപ്പം ഞാനൊരു സിറ്റുവേഷൻ തരാം, അതൊന്ന് ജസ്റ്റ് നമുക്ക് വേണ്ടിയിട്ടൊന്ന് അഭിനയിച്ച് കാണിക്കണം. എനിക്കൊന്ന് കുഞ്ഞന്നമ്മ എന്ന് അതിനകത്ത് കുഞ്ഞന്നമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒരു പ്രായമുള്ള ഒരാളുടെയാണ് ചെയ്തത്. അപ്പം നമുക്കൊരു അമ്മായിയമ്മ മരുമോള്, ഒരു വീട്ടിൽ നടക്കുന്ന ആ ഒരു കുശുംബത്തരവും അങ്ങനെയുള്ളൊരു അമ്മായിയമ്മ മരുമോളൊന്ന് ലൈവായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലായിരുന്നു. ഞാൻ അമ്മ, എൻ്റെ മോള് അനുവിനെ കാണാൻ വരുന്ന ഒരു ഫ്രണ്ടായിട്ട് ആതിര. അപ്പോൾ ഫ്രണ്ട്സ് ഒന്നും അധികം വീട്ടിൽ വരുന്നതോ എല്ലാം സംശയമായിട്ട് കാണുന്ന ഒരു അമ്മയാണ്, എല്ലാത്തിനും ചൊറിയുന്ന ഒരു അമ്മ. ഓക്കെ. എന്നാൽ എൻ്റെ മോളെ എപ്പോഴും നിർബന്ധിക്കാറുണ്ട്, ആതിര മോളെ വീട്ടിൽ വാ എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ആവട്ടെ പിന്നെ ആവട്ടെ. അപ്പൊ അങ്ങനെ ഒരു ദിവസം വന്നിരിക്കുകയാണ്, അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, വരട്ടെ. ഹായ് ആന്റി. ഹായ്, ഞാൻ ആതിര. അനു പറയാറില്ലേ, അനുവിന്റെ ഫ്രണ്ടാ. അത് കൊച്ചാണോ? അമ്മ എപ്പോഴും എന്നെ അന്വേഷിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതെ, ഒന്ന് കാണാനിരിക്കുവായിരുന്നു. എവിടെ വീട്? എവിടെ? കോട്ടയത്താ. കോട്ടയത്ത്? കോട്ടയത്ത് പൊൻകുന്നം പാലയൊക്കെ അറിയോ? അവിടെ. അപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുക അല്ലേ? അതെ അതെ. ഇവിടെ ഇടയ്ക്ക് വേറെ ഫുഡ് കൊടുത്തോണ്ട് പോകും. അത് കൊച്ചിന് തന്നെയാണോ കിട്ടുന്നത്? കിട്ടാറുണ്ട് ആന്റി, നന്നായിട്ട് ആന്റി ഉണ്ടാക്കാറുണ്ടല്ലോ. നല്ല എല്ലും കപ്പയും മീൻകറിയൊക്കെ കിട്ടാറുണ്ട്. അനു എന്തി അമ്മ? ഇവളിവിടെ ഉണ്ട്. വീട്ടിൽ ആരൊക്കെയാണെന്ന് പറഞ്ഞേ? അച്ഛനും അമ്മയുണ്ട്, ചേച്ചി അനിയത്തിയുണ്ട്. അതിന് ഈ കോളേജിൽ വന്ന് പഠിക്കാൻ കാര്യം? ഇതാകുമ്പോ കുറച്ച് നമുക്ക് സുഖമായിട്ട് വീട്ടിൽ നിന്നൊക്കെ കുറച്ച് മാറിയൊക്കെയല്ലേ, അങ്ങനെയൊക്കെ. ഇവളിവിടെ കിടന്ന് ചാടുന്നുണ്ടേ, പോയി ഹോസ്റ്റലിൽ നിൽക്കണം അങ്ങനെ നിൽക്കണം എന്നൊക്കെ. എനിക്കതൊന്നും ഇഷ്ടമല്ല, ഞാൻ കാണാനിരിക്കുവായിരുന്നു. നല്ലതല്ലേ അമ്മ, ഒരു ഫ്രീഡം ഒക്കെ കിട്ടത്തില്ല. എന്ത് ഫ്രീഡം? അമ്മയപ്പൻ്റെ അടുത്ത് നിന്ന് മാറി എന്ത് ഫ്രീഡം നിങ്ങൾക്ക് കിട്ടേണ്ടത്? ഒന്നാമത്തെ പെണ്ണുങ്ങളാ ഈ പ്രായത്തിലേക്ക് ഓരോന്നൊക്കെ വരുത്തി വെച്ചാൽ പിന്നെ നമ്മൾ എന്നാ ചെയ്യും? അതൊക്കെ അമ്മയുടെ നമ്മള് ഫ്രണ്ട്സ് ഒക്കെ അല്ലേ എല്ലാരും. ഈ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് അവളുടെ ക്യാരക്ടർ മാറി. എനിക്കിപ്പോ മനസ്സിലായി എങ്ങനെ ക്യാരക്ടർ മാറി. അനുവിന്റെ ക്യാരക്ടറിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൾ നല്ല വ്യത്യാസമുണ്ട്. ഞാനാണോ അവളെ വളർത്തിയത്? അവളൊന്ന് ഇച്ചിരി മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം മനസ്സിലാവും. അനു എന്തി അമ്മ?
അവളുണ്ട്, ഞാൻ വിളിക്കാം. എന്നിട്ട് വേറെ എന്നൊക്കെ ഉണ്ട് വിശേഷം? ഇങ്ങനെ അനുവിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്കൊക്കെ പോവാന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ വന്നതായിരുന്നു. സിനിമ ഞാൻ ഇന്ന് അവളെ പള്ളിയിൽ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞതാ. അനു പറഞ്ഞായിരുന്നു വരാമെന്ന്. ഇല്ല, അങ്ങനെ സിനിമയ്ക്കൊന്നും വിടാൻ ഞാൻ നോക്കുന്നില്ല. ഞങ്ങൾക്ക് ഇന്ന് പള്ളിയിലോട്ട് പോകണം. ഇന്ന് പള്ളിയിൽ അച്ഛൻ ഇന്ന് അവളുടെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വെച്ചേക്കുക. സിനിമയൊക്കെ കാണിച്ച് അങ്ങനെ വഷളായി നടക്കേണ്ട. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവൾ എന്നെ അത് ഇത്രമാത്രം മാറാനുള്ള കാര്യമെന്ന്. ഇങ്ങനെയുള്ള ചീത്ത കൂട്ടുകെട്ടിലോട്ടൊന്നും മോള് അങ്ങനെ പോകരുത്. ഇപ്പം മോളെ എത്ര കഷ്ടപ്പെട്ട അപ്പനും അമ്മയും മോളെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയെന്നറിയോ? ഇങ്ങനെ ഇവിടെ വന്നിട്ട് ആരും നോക്കാനില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കാവോ? ഞങ്ങൾ അങ്ങനെയൊന്നും പോവാറില്ലല്ലോ. ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ കൂടി സിനിമയ്ക്കൊക്കെ പോകുന്നത് നല്ലതല്ലേ അമ്മ? ഇന്നത്തെ ഒരു കാലമല്ലേ. സിനിമയൊക്കെ ഞാൻ ഇവിടുത്തെ അപ്പ കൊച്ചിനെ എന്നെ സിനിമ ആണെങ്കിലും കൊണ്ടാ കാണിക്കും. ഞാൻ എന്നാലും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് വേറൊരു വൈബല്ലേ അമ്മ. അതിന്റെ കാര്യം വീട്ടുകാരുടെ ഒക്കെ പോകുന്നത് അവരോടൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വേണ്ട, അത് ഒത്തിരി പൈസ അത് വെറുതെ. ഇപ്പൊ എനിക്കോ ഒന്നാമത് ജോലിയില്ല. അപ്പായുടെ അടുത്ത് അവൾ എപ്പോഴും ഇത് ചോദ്യം, എന്ത് ഇതുപോലെ കറങ്ങാൻ വേണ്ടിട്ടല്ലേ? ഞാൻ കാണാനിരിക്കുവായിരുന്നു ആതിരേനെ. മതിയോ? ഗംഭീരമായിട്ട് മാറിയതാ. അല്ല ഇനി അമ്മയും കൂടി മോളും കൂടി വരണോ? മോളായിട്ട് വരട്ടെ. എടി നീയാണോ ഭയങ്കര അമ്മ എല്ലാം പറഞ്ഞായിരുന്നു? അമ്മേ ഇല്ലല്ലോ. നിനക്കല്ലായിരുന്നു നിർബന്ധം ഇവിടെ വരണം, എൻ്റെ അമ്മയെ കാണണം, അമ്മയുടെ പുട്ടും കടലയും എന്താ എല്ലും കപ്പയൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം. എൻ്റെ അമ്മേനെ ഇഷ്ടപ്പെട്ടോ നിനക്ക്? നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാ ശരി അമ്മ പൊക്കോട്ടേകള്. ഗംഭീരമായിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് ആ ക്യാരക്ടേഴ്സിലേക്ക് മാറുന്നതും. ഞാൻ കുറേ സമയമൊക്കെ ചിരിക്കുമായിരുന്നു ശരിക്കും ക്യാരക്ടറൊക്കെ മാറിയിട്ട്. ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്കൊക്കെ വരണമെങ്കിലും അതിന് ഭയങ്കര ഒരു കോൺഫിഡൻസ് വേണം. ഇപ്പോൾ പൊന്നു കടന്നു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയതിനു ശേഷം ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹൗസ് വൈഫിൽ നിന്ന് മാറി ഈ ഒരു ആക്ടിങ് ഫീൽഡും കൂടെ സ്വയം തിരഞ്ഞെടുത്തു. അപ്പം അതിലുണ്ടായിരുന്ന ഒരു സ്ട്രഗിൾസ് ചോദിക്കുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? ജോലി ഉണ്ടായിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായി കഴിഞ്ഞ് പിന്നെ വീട്ടിൽ അമ്മ ജോലിയുണ്ട്, ഹസ്ബൻഡിൻ്റെ അമ്മ എല്ലാവരും ജോലിയുണ്ട്. അപ്പോൾ പിന്നെ കുഞ്ഞിനെ നോക്കാൻ ഉള്ള രീതിയിൽ നമുക്ക് എന്നാൽ ജോലി അങ്ങ് നിറച്ചാൽ എനിക്ക് ജോലിക്ക് പോകുന്നത് അത്ര വലിയ ഇഷ്ടമൊന്നുമുള്ള കാര്യമല്ലായിരുന്നു. പക്ഷെ അത് എനിക്കും ഹസ്ബൻഡ് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും തുടങ്ങിയ ഒരു ഇതാണ്. അപ്പം ഇതൊരു പ്രൊഫഷണൽ ആവുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചല്ല. നമ്മളുടെ ഒരു ഇഷ്ടം. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ലൈഫിൽ നമ്മൾ എല്ലാവരും വിചാരിക്കാറുണ്ടല്ലോ കല്യാണം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോയി ചെയ്ത പിന്നെ ഒരു വിവാഹം കഴിഞ്ഞു ആ ഒരു കുട്ടികളെ നോക്കുക, ഹസ്ബൻഡിൻ്റെ കാര്യം, അങ്ങനെ ഒരു ഒതുങ്ങിപ്പോകുന്നതെന്നാണല്ലോ കണ്ടത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് കുഞ്ഞായതിനു ശേഷമാണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. ഞാൻ ആഗ്രഹിച്ച ഒരു ഇതിലോട്ട് വരാൻ തുടങ്ങിയത് എനിക്ക് കുഞ്ഞായതിനു ശേഷമാണ്. അപ്പോൾ എനിക്കല്ലാതെ മെസ്സേജ് വരുമ്പോഴും ചോദിക്കും, ഞാൻ മൊത്തത്തിൽ ഡൗൺ ആണ് ചേച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴേക്കും കുറേ പേര് സ്ട്രഗിളിങ് ഉള്ളത് അവർ എന്താ പറയുക സ്വന്തം കാലിൽ നിൽക്കാത്തത് കൊണ്ടാണ്. കുറേ പേരുടെ ഇത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരെന്താ ജസ്റ്റ് പറയുക എനിക്ക് ജോലിയില്ല അതുകൊണ്ടാണ് എന്നെ ഇട്ട് തട്ടുന്നത്, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് വരുമാനം ഇല്ല അതുകൊണ്ടാണ് ഒരുപാട് ഇട്ട് തട്ടുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയാണ് ചേച്ചി എങ്ങനെ വന്നു. ഇതിപ്പോൾ എന്നെ ഇട്ട് വീട്ടിലിട്ട് തട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. കുറേ പേര് സ്ട്രഗിളിങ് തുടങ്ങുന്നത് നമുക്ക് നേരെ നിൽക്കാനായിട്ടൊരു ഇത് വേണം എന്നുള്ളത് വെച്ചിട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ ടിക്ടോക്ക് തുടങ്ങി അതിൽ വരുമാനങ്ങളോ അങ്ങനെയൊന്നും ആയിട്ടില്ല. പക്ഷെ അത് കുറേ വീഡിയോസ് എല്ലാം പോയി വൈറലായി. പിന്നെ ഒരു സമയത്ത് ടിക്ടോക്ക് നിന്നു, പിന്നെയും വീഡിയോ തുടരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിലോട്ട് തുടങ്ങിയതാണ്. അതുപോലെ തന്നെ പിന്നെ അന്ന് വന്നപ്പോഴേക്കും ഒരു വീഡിയോ കയറി ഭയങ്കരമായിട്ട് വൈറലായി. പക്ഷെ അത് ഭയങ്കര മോശമായിട്ടായിരുന്നു വൈറലായത്. വേറൊരു രീതിയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കോഴിക്കോട് ഒരു കുഞ്ഞിൻ്റെ കൊച്ചിനെ കൊന്ന അമ്മ എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തപ്പോഴേക്കും വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം പോയത് ഞാനാണ് ആ ക്യാരക്ടർ. അമ്മ ശരിക്കുമുള്ള അമ്മ വന്ന് കുറ്റസമ്മതം നടത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിലോട്ട് പേജ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും എൻ്റെ കണ്ടന്റ് എൻ്റെ പേജിലൂടെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ. പക്ഷെ അതൊന്നും ഇത്ര ഇങ്ങനെ ഇതാവുന്നല്ല. നമ്മളുടെ കഴിവ്, എൻ്റെ കഴിവ് മറ്റുള്ളവർ കാണണം. എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ തോട്ട്സ് കുറെ കോമഡി ആയിട്ട് അവതരിപ്പിക്കണം, ഇമോഷണലി അല്ലാതെ. എല്ലാവരും പറയുമ്പോൾ ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര റിലാക്സ് ആണെന്ന് പറയുമ്പോൾ അവരൊന്ന് ചിരിപ്പിക്കുക. അത് പല ക്യാരക്ടറിലൂടെ പോവുക, പല സിറ്റുവേഷനിലൂടെ പോവുക എന്ന് മാത്രമേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആയി പോകുന്നതാണ്. ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. അതാണ് ഈ ചിരിക്ക് പിന്നിലെന്ന് അറിയാം. എങ്ങനെയായിരുന്നു ഈ യൂട്യൂബിലേക്ക് വന്നപ്പം ഹസ്ബൻഡിന്റെ ആ ഒരു സപ്പോർട്ട്? മുമ്പ് ഞാൻ ക്യാമറ ചെയ്ത എല്ലാം ഒറ്റയ്ക്കായിരുന്നു.
സെൽഫി ക്യാമറ അല്ലെങ്കിൽ ബുക്കുകൾ അടുക്കി വെച്ച് കപ്പ് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഫോൺ വെച്ച് എല്ലാം. പക്ഷെ ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്തും ഒറ്റ ടച്ചിലല്ല വീഡിയോ ചെയ്യുന്നത്, എല്ലാത്തിനും കട്ട് ഷോട്ടുകളുണ്ട്. അവിടുന്ന് ഇവിടുന്ന് മിഡ് ലോങ് ഹൈപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി. അതെല്ലാം പഠിപ്പിച്ചതെന്നല്ല, നമ്മൾ വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് നോർമലി ഞാൻ സിനിമ കണ്ടുപോകും, കരയുന്ന സീനിൽ കരയും, ചിരിക്കുന്നിടത്ത് ചിരിക്കും, അങ്ങനെ അല്ലാതെ സിനിമ കാണാൻ പഠിപ്പിച്ചപ്പോഴേക്കും ഇതിങ്ങനെ ഒറ്റ ഷോട്ട് ഇതാണ്, ഇത് ലോങ് ഷോട്ട്, ഇത് മിഡ് ഷോട്ട്, അങ്ങനെ പറഞ്ഞ് അന്ന് തൊട്ട് ഇങ്ങനെ നമ്മൾ സിനിമ കാണാതിരിക്കുമ്പോൾ തൊട്ട് ഇതെന്താ ഇപ്പൊ തുടങ്ങും. ആൾക്ക് സിനിമ തുടങ്ങുന്നതിന്റെ എന്താ ശ്വാസകോശം സ്പൂഞ്ച് പോലുള്ളതാണ്, അവിടെ തൊട്ട് കണ്ട അത്രയും സന്തോഷം. അങ്ങനെ നമ്മൾ പകുതി വെച്ച് അല്ലെങ്കിൽ ഇതിന്റെ ഇതെന്താ അപ്പറിരിക്കുന്ന ആളോട് ചോദിച്ചാൽ പോരെ, അല്ല ആൾക്ക് ആ ഒരു പേര് എഴുതി തൊട്ട് കാണിക്കുന്ന അതിന്റെ പുറകില് വർക്ക് ചെയ്തവർ അന്നൊന്നും എനിക്ക് അറിയത്തില്ല, പുറകിൽ ഇത്രയും പണി ചെയ്തവരുണ്ട്. പിന്നെ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പാട്ടിലാണോ, അതിൽ തൊട്ട് ഞാൻ ഈ സിനിമ കട്ട് കാണുന്നില്ലേ, എന്തെങ്കിലും ലിങ്ക് ഒക്കെ അയച്ചു, അതോടെ ഞാൻ നിർത്തി. അത്ര ആളുകളുടെ സ്ട്രഗിളിങ് ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ കാണരുത് എന്നുള്ള, കാശ് മുടക്കി തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നുള്ളത്, അല്ലെ OTT വരുമ്പോ പൈസ മുടക്കി എന്ന് പറഞ്ഞാൽ അത്രയും ഇതുണ്ട്. നമ്മൾ ഒരു 2-3 സ്ഥലത്ത് ചെറിയ റോളിലൊന്ന് ഒരു മിന്നായം പോലെ പോകുന്ന സീനിൽ വരെ വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ചുറ്റുവട്ടം കുറെ പേരുണ്ട്. അപ്പൊ അവരുടെ സ്ട്രഗിളിങ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഹസ്ബൻഡ് അന്ന് തൊട്ടേ എന്നോട് ഇത് പറയുന്നുണ്ട്, ഇങ്ങനെയാണ്. അപ്പൊ അത് എന്റെ വീഡിയോയിലും ഞാനത് കാണിച്ചു തുടങ്ങി, എന്റെ ഷോട്ടുകളിലെല്ലാം ചെയ്ത്. അപ്പൊ അത് വലിയൊരു സിനിമയായിട്ട് കാണാനും വേറൊരു രീതിയിൽ കാണാനും പഠിപ്പിച്ചത് ഹസ്ബൻഡാണ്. പക്ഷെ എന്റെ കൂടെ അഭിനയിക്കാനൊന്നും അധികം വരില്ല. പക്ഷെ ഈ ഇടയ്ക്ക് പറഞ്ഞാൽ അഭിനയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അഭിനയിച്ചിട്ടില്ല, ചെറിയ റോളിൽ വന്നിട്ടുണ്ട്. അല്ലാതെ മുഴുനീളം ഒരു ഹസ്ബൻഡിന്റെ നേരത്തെയൊക്കെ വോയിസാ തന്നോണ്ടത്. ഇപ്പൊ ഞാൻ പറയാൻ ഇപ്പൊ വോയിസ് ഒന്നും എനിക്ക് വേണ്ട, അതിന് പകരം എനിക്ക് ആളുണ്ട് എന്ന് പറയാനുള്ള ചെയ്യാനായിട്ട് ആളുണ്ട് എന്ന് പറയും. അപ്പൊ ഇതിനിടയ്ക്ക് പൊന്നൊരു സിനിമ അഭിനയിച്ചെന്ന് ഇപ്പൊ പറഞ്ഞു. അപ്പൊ അതേതായിരുന്നു ആ സിനിമ? എങ്ങനെയാണ് ആ സിനിമയിലേക്ക് വന്നത്? ജയരാജ് സാറിന്റെ ആയിരുന്നു ആദ്യത്തെ മൂവി. അതിന് മുമ്പ് ഞാൻ ആദ്യം സോൾട്ട് ആൻഡ് പേപ്പർ സിനിമ ഉണ്ടായിരുന്നു, അതിലൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് തിരുവനന്തപുരത്ത് പഠിച്ചിരുന്ന സമയത്ത്. പക്ഷെ അതിനകത്ത് എന്താന്നല്ലോ ഭയങ്കര ഭയം കൊണ്ട് ഞാൻ വന്നിട്ടേ ഇല്ല. ഭയങ്കര അഭിനയമൊക്കെ കാഴ്ചവെച്ചു. സ്റ്റുഡന്റ് ആയിട്ട് അന്ന് ആസിഫ് അലിയൊക്കെ ഉള്ള മൂവി. അതിനകത്ത് ഇങ്ങനെ അവളെ കാണാൻ വേണ്ടിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു സീനകത്തുണ്ട്, അവരുടെ കൂടെ ഒപ്പം നടക്കുന്നു. അതൊന്നും ആ സീനിലൊക്കെ കട്ട് ചെയ്തു പോയി. അതാണ് എന്റെ ആദ്യത്തെ ഒരു ലൊക്കേഷൻ, ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ജയരാജ് സാറിന്റെ മൂവിയിൽ അതൊരു ചെറിയൊരു നഴ്സിന്റെ വേഷമായിരുന്നു. അതിനകത്തും ഡയലോഗ് ഇല്ല, ജസ്റ്റ് എക്സ്പ്രഷൻ ഉള്ള ഒരു ആളെ വേണം എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ സിസ്റ്ററാണ് സജസ്റ്റ് ചെയ്തത്. എൻ്റെ സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് വന്ന് ചെയ്താണ് അത്. പിന്നെ ചെയ്തത് റാണി ചിത്ര മാർത്താണ്ഡ എന്ന് പറഞ്ഞിട്ട് പിങ്കു പീറ്റർ സംവിധാനം. അതിനകത്ത് ഞാൻ ഫാർമസിസ്റ്റ് ആയിട്ടായിരുന്നു. പിന്നെ മധുരം മൂവിയിൽ, അതിലെല്ലാം ചെറിയ റോളുകളാണ്. മധുരം മൂവിയിലും പെട്ടെന്ന് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്തില്ല, ഞാനൊരു ഗ്രില്ലിന്റെ അകത്തിരിക്കുന്നതായിട്ടാണ്. പക്ഷെ അതിനകത്ത് ഞാനാണ് വോയിസ് കൊടുത്തത്. അപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എന്റെ വോയിസ് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ എല്ലാവർക്കും ചേച്ചിയാണോ ഇത്, അല്ലെങ്കിൽ ചേച്ചി ഡബ് ചെയ്താണോ? കാരണം ഗ്രില്ലിന്റെ അകത്ത് ബില്ലടിക്കാനിരിക്കുന്ന ഒരാളാണ്. അതിൽ ഞാനിങ്ങനെ എന്താണ് ഇന്ദ്രൻ ചേട്ടനോട് സംസാരിക്കുന്ന കുറച്ച് ഡയലോഗുണ്ട്. അത് മാത്രമാണ്, അതൊരു കോവിഡ് സമയത്തായിരുന്നു പോയി അഭിനയിച്ചത്. അപ്പൊ അത് അന്ന് OTT-യിലാണ് ഇറങ്ങുന്നത്. അതിപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ. അപ്പോൾ ഉള്ളവരിങ്ങനെ അയച്ചു തരും. പിന്നെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ആനന്ദ് ശ്രീബാല, അതും ചെറിയ ഒരു മിന്നായം പോലെ ഒരു പോലീസുകാരി ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഉണ്ട്. അതൊക്കെയാണ് മൂവി ആയിട്ടുള്ള എക്സ്പീരിയൻസ്. എന്നാലും ഇങ്ങനെയൊക്കെ കിട്ടുന്ന അവസരങ്ങളൊന്നും, അഭിനയിക്കാനുള്ള അവസരങ്ങളൊന്നും ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. അഭിനയിക്കാൻ എന്ത് അവസരം കിട്ടിയാലും പൊന്നു റെഡിയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു എല്ലാ ഫാമിലിയും ഓൾ ഫാമിലി ഒക്കെ കൂടുന്ന ഒരു ദിവസം എങ്ങനെ ആയിരിക്കും ശരിക്കും? ഗ്യാതറിങ്സിലൊക്കെ ഇങ്ങനെ അഭിനയവും എങ്ങനെയൊക്കെ ആയിരിക്കും? എവിടെ ക്യാമറ വെച്ചേക്കണെന്ന് ചോദിക്കും എന്നോട്. ഞങ്ങൾക്ക് ഇത് പറയാവോ, അല്ലെങ്കിൽ എവിടെ ക്യാമറ വെച്ചേക്കുന്നേ, പറ അങ്ങനെ പറയും. ഞാൻ എന്താ വീട്ടിൽ മുറ്റം അടിക്കുമ്പോ വീടിനടുത്തോടെ പോകുമ്പോ എവിടെ ക്യാമറ വെച്ചേക്കാം, അഭിനയിക്കുവാണോ ചോദിക്കും. മുറ്റം അങ്ങനെ അടിക്കാറൊന്നുമില്ല. കാണുമ്പോഴേ അപൂർവമായ ഒരു സാധനം കാണുമ്പോഴേക്ക് എന്തോ ക്യാമറയ്ക്ക് വേണ്ടിട്ട് ചെയ്യുന്ന പോലെ അവര് ചോദിക്കും. അങ്ങനെയാണ് എല്ലാവരും ഫാമിലി ആയിട്ട്. പിന്നെ ഫാമിലി ആയിട്ട് ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ വീഡിയോയില്. ഇപ്പൊ റീസെന്റ് വരുന്ന എല്ലാത്തിലും എന്താ പറയാ, ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മ വരെ അഭിനയിച്ചു തുടങ്ങി. ഓരോ ഇത് വരുമ്പോ പെട്ടെന്ന് വാ സാരി എടുത്തിട്ട് അല്ലെങ്കിൽ നൈറ്റ് ഇട്ടിട്ട് വാന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഇപ്പൊ അഭിനയിച്ചു. അപ്പൊ എല്ലാവരും അടുത്ത കണ്ടന്റിനായിട്ടുള്ള ഒരുക്കങ്ങളിലായിരിക്കും. അപ്പൊ അടുത്ത കണ്ടന്റ് ഇതാണെന്ന് പറയുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യും.
അഭിനയിക്കുന്ന ഒരു ഫാമിലിയായി മാറി എല്ലാരും ഇപ്പം അഭിനയിക്കാൻ ഭയങ്കര റിയൽ ലൈഫ് കാണിക്കുന്നില്ല, എല്ലാം അഭിനയം മാത്രമേ ഉള്ളൂ. അവരെന്താ അപ്പൊ എന്നോട് എപ്പോഴും ചേച്ചിയുടെ റിയൽ ലൈഫിന്റെ ഒരു വീഡിയോ ഇടാവോ, ഹസ്ബൻഡ് ഇതാണ്, പിള്ളേർ ഇതാണ്, അമ്മ ഇത്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യാനായിട്ട് പറയും. പക്ഷെ അതിനുള്ള സമയം കിട്ടാറില്ല. നമ്മളെപ്പോഴും ഈ കണ്ടന്റിന്റെ പുറകെ തന്നെയാണ്. അപ്പൊ കണ്ടന്റിലൂടെ എല്ലാരെയും കാണിക്കുക, എന്നാൽ ആരാ എന്താന്നൊന്നും ഒന്നും ആർക്കും അറിയത്തില്ല. അതെ, അങ്ങനെ ഒരു ലൈവ് വന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ലല്ലേ? അതിനൊക്കെ താല്പര്യം ഉണ്ടോ? അതില്ല, സമയമാകുമ്പോ ചെയ്യാം. അതൊരു കണ്ടന്റ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. ഫാമിലിനെ അല്ലാതെ കണ്ടന്റ് കൊടുക്കാം, അല്ലാതെ നമ്മുടെ എത്ര കണ്ടന്റ് വേണേലും ഇനിയും വെറൈറ്റി കണ്ടന്റുകൾ വരും. ഒരിക്കലും ഫാമിലി വെച്ചിട്ട് അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാൻ ആവശ്യമുള്ളപ്പോ, ആവശ്യം വരുമ്പോ ഞാൻ ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അങ്ങനെ തോന്നുമ്പോ. അതുപോലെ ഇപ്പം ഫേമസ് ആയതിനു ശേഷമുള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ, അതിനുശേഷം ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും ആൾക്കാര് കുഞ്ഞന്നമ്മ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറൊക്കെ പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യുന്ന, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഭയങ്കര ഫണ്ണി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ പുറത്ത്? ഫേമസ് ആയിട്ട് എനിക്കിപ്പോ പറ്റാത്തൊരു കാര്യം, വിളിക്കാത്ത കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല. മുമ്പ് ഞാൻ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോവായിരുന്നു. കോട്ടയത്ത് എവിടെ കല്യാണം നടന്നാലും, കോട്ടയത്തല്ലേ എവിടെയാണേലും എവിടെ പോലും പോയിരുന്നിട്ട് അവരുടെ ഒരാളെ പോലെ ഇരുന്ന് കഴിച്ചിട്ട് ഇറങ്ങി പോരാനാണ്. അപ്പൊ അത് പറ്റാറില്ല. അതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു കാര്യം. പക്ഷെ എന്നിട്ടും ഈ ഇടയ്ക്കും കൂടി ഞാൻ വിളിക്കാത്തൊരു കല്യാണത്തിന് പെട്ടെന്ന് പോയി കഴിച്ചിട്ട് ഓടിപ്പോകുന്നു. ഒരു സദ്യയാണ്, എനിക്ക് ഭയങ്കര സദ്യ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഈ ട്രാവൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് കല്യാണ പന്തലോ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ കയറുമായിരുന്നു, ഇപ്പൊ കയറത്തില്ല. ഇപ്പൊ ഫേമസ് ആയതുകൊണ്ട് പറ്റണല്ലോ. പണ്ടൊക്കെ അത് എന്ന് തൊട്ട് തുടങ്ങിയതാ? നേരത്തെ തൊട്ടേ കോളേജ് തൊട്ടുണ്ട്. അങ്ങനെ വിളിക്കാത്ത കല്യാണത്തിന് പോയി ഉണ്ണലുണ്ടായിരുന്നു. ഇതിപ്പോ ഇറങ്ങുമ്പോ കുറെ പേര് നോക്കുമായിരിക്കും അവിടെ ക്യാസിൽ ഞങ്ങൾക്കൊക്കെ പേടി ആക്ച്വലി. എന്താണെന്ന് അറിയാം, ഇപ്പൊ കോളേജിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ എവിടെയൊക്കെ പോകുമ്പോ ഇങ്ങനെ പന്തലൊക്കെ കാണുമല്ലോ, അപ്പൊ നമുക്ക് കഴിക്കണം എന്നുണ്ടാവും. എന്നാലും ഉള്ളിലൊരു പേടിയാ, എങ്ങാനും ആരാണെന്ന് ചോദിച്ചാൽ ചെറുക്കന്റെ വീട്ടുകാരാന്ന് പറയണോ? ഇപ്പോഴാണ് എനിക്ക് പേടി. ഇപ്പൊ കസിൻസിന്, ഇപ്പൊ കുറച്ച് ലോങ് കസിൻസിന്റെ അടുത്ത് പോയാലും അമ്മയോട് വ്യക്തമായി ചോദിക്കും നമ്മളുടെ ആരാണ് എന്നുള്ള. അത് അവര് ചോദിച്ചാൽ അവർക്ക് തന്നെ ഞാൻ പറയണ ബന്ധം കേട്ടാൽ അവർക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ അതെന്തായാലും ചോദിക്കാറുണ്ട്. അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയൊരു ഫേമസ് ആയിട്ട് പറ്റാത്ത ഒരു കാര്യം അതാണ്. ചെയ്യാൻ പറ്റണില്ല. അല്ലാതെ എല്ലാവരും കുറെ പേര് വന്ന് മിണ്ടും, ചിലർ ഫോട്ടോ എടുക്കും, സന്തോഷം. പിന്നെ ഏറ്റവും കൂടുതൽ കുഞ്ഞു കുട്ടികളാണ്, ഒരു 5 വയസ്സ് അല്ലെങ്കിൽ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോൻ്റെ പ്രായമുള്ളവരൊക്കെ വന്നിട്ട് ഞാൻ ചേച്ചിയുടെ അല്ലെ ആന്റിയുടെ ഫാനാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അപ്പൊ ഞാൻ അവിടെ നിങ്ങൾക്ക് എന്താ എന്റെ വീഡിയോയിൽ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് അതൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. കൊച്ചിലെ തൊട്ട് ഇതുപോലെ ഇത്രയും വർത്താനം പറയുന്ന ഒരാളായിരുന്നു? അല്ല. എൻ്റെ പപ്പ, അമ്മ, മമ്മി, അച്ഛനൊക്കെ ഭയങ്കരമായിട്ട്, എന്നാൽ ചേട്ടനും ഒക്കെ ഭയങ്കരമായിട്ട്. ഞാൻ അങ്ങനെ മിണ്ടത്തില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, മിണ്ടത്തില്ല. അത് ശരിക്കും ഈ ഒരു ഇതിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇത്രയും സംസാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ടെന്ന പിന്നെയും ജാടയാണ്. ഇപ്പൊ സ്കൂളിൽ പഠിച്ചാൽ ആദ്യമായിട്ട് ഒരാൾ എന്നെ കാണണമെങ്കിലും മിണ്ടാത്തപ്പോൾ അവൾക്ക് ഭയങ്കര ജാടയാണ്, അങ്ങനെ ഒരു ഇതാ. പക്ഷെ എനിക്ക് പേടിയായിരുന്നു എന്ത് തോന്നുന്നു. പക്ഷെ ഒരാളോട് കമ്പനി ആയി കഴിഞ്ഞ് പിന്നെ അയാളെ കാണുമ്പോൾ അങ്ങോട്ട് കയറി ഇടിച്ചു കയറി മിണ്ടുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ എല്ലാവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സംസാരിച്ചില്ലെങ്കിലോ അവർക്ക് ജാടയാണ്, അവർക്ക് എന്തോ ആയിപ്പോയി എന്നുള്ള വിചാരം. നേരത്തെ ഒന്നും മിണ്ടത്തില്ലായിരുന്നു. ഇപ്പൊ അയൽവക്കക്കാരെയൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതെ വിടാത്ത ഒരാളാണ്. സംസാരിക്കാറുണ്ട് എല്ലാവരോടും. ഇപ്പൊ എന്താണ്, ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ആ സമയത്തും ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്താൽ ഇതിലൊന്നും മിണ്ടു, എന്തേലും ഒന്നും മിണ്ടോ, ഇപ്പൊ ഒന്നും മിണ്ടായി തൊള്ള ഉറങ്ങായിരിക്കും എന്ന് വെച്ച് പറയും. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ആയിപ്പോയി. ഇപ്പം കോട്ടയത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, കോട്ടയത്തെ ഒരു അച്ചായത്ത് തന്നെയാണ് പൊന്നു. അപ്പം കുക്കിംഗ് ഒക്കെ എങ്ങനെയാണ്, ഇഷ്ടമാണോ? എല്ലാം കുക്ക് ചെയ്യും, പക്ഷെ ഇപ്പൊ കൂടുതലും അമ്മ. എനിക്ക് സമയം കിട്ടാറില്ലാത്തതാണ്. അങ്ങനെയെല്ലാം എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഉറക്കമൊക്കെ എഴുന്നിട്ട് താമസിച്ചൊക്കെ വരുമ്പോഴേക്കും താമസിക്കും. അപ്പോഴേക്കും അമ്മ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അമ്മ ഭയങ്കര സ്പീഡാ. അപ്പൊ എനിക്ക് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പാത്രം കഴുകാനുള്ള അവസരമാണ് കിട്ടാറെന്നല്ല, അതാണ് ചെയ്യാറുള്ളത്. ബാക്കി ഫുഡൊക്കെ അമ്മ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാനും ചെയ്യും. എത്ര മണിക്ക് ഇപ്പൊ എണീക്കാറ്? അത് ചോദിക്കണ്ടോ? 7 മണി 7:30. 8 പോയാൽ തീർന്നു. അതിനുള്ളിൽ എഴുന്നേക്കും. എന്ന് പറഞ്ഞാൽ ചിലപ്പോ എഡിറ്റിംഗ് ഒക്കെ ഒരു 1 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോ പിന്നെ ഇപ്പൊ പ്രായമായോണ്ടെന്ന് അറിയത്തില്ല, ഇയർ ബാലൻസിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കിടന്നുറങ്ങി. ഒരു മടിയാണ് രാവിലെ. ഒരു മടിയാണത്. എന്റെ അമ്മയുടെ വൈന്ന് വരെ കേട്ടിട്ടുള്ളത്. അത് എന്തോ ചൊട്ടയിലെ ശീലം ചൊട്ടയിലെ അത് മാത്രം മാറിയിട്ടില്ല. എന്തോ
എനിക്കറിയില്ല രാത്രി എത്ര സമയം വേണം ഇരിക്കാം, രാവിലെ എഴുന്നേക്കാൻ ഇച്ചിരി. എന്നിട്ട് മറ്റേ പൂമുഖവാതിൽക്കൽ സ്നേഹം ഇവിടെ ഇപ്പൊ വിടർത്തുന്ന ഇന്റർവ്യൂ ഭാര്യ പറയുന്നത് ഇന്ന് തന്നെ മനസ്സേട്ടൻ വിളിച്ചു, വാ നമുക്ക് പോയി ഇന്റർവ്യൂ ഒന്ന് എഴുതേക്കും. അല്ല സാധാരണ മറ്റേ സിനിമയിലൊക്കെ പറയുന്ന പോലെ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന ഭാര്യയ്ക്ക് പകരം അങ്ങനെ കണ്ടിട്ടില്ല. ഭർത്താവ് ഭാര്യനെ വിളിച്ച് കോഫി തരുന്ന ഇല്ല, അങ്ങനെ മനസ്സേട്ടൻ കണ്ടിട്ടില്ല എന്നെ. ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല, അതിനുള്ള ഭാഗ്യം ഞാൻ കൊടുത്തിട്ടില്ല. മനുഷ്യേട്ടൻ്റെ ഒരു ഭാഗ്യം. എന്നാലും കുക്ക് ചെയ്തത് ഇപ്പം കോട്ടയത്ത് ഒരുപാട് എന്താ പറയുക, ഇപ്പം കപ്പയും മീൻകറിയും അങ്ങനെ പോർക്കും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിൽ ഏതായിരിക്കും കുഞ്ഞുണ്ണമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ചോദിക്കുവാണെങ്കിൽ, കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ചോദിക്കുവാണെങ്കിൽ? എല്ലും കപ്പയും. എല്ലും കപ്പയാണ്. മനുഷ്യേട്ടൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞൊരു ഫുഡ് ഐറ്റം ഏതായിരിക്കും? മനുഷ്യൻ എന്ത് കഴിച്ചാലും എന്തുണ്ടാക്കി കൊടുത്താലും നല്ലതെന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ളത് അല്ല, അങ്ങനെ ഇങ്ങനെ ഫുഡ് എത്രയും കഴിക്കും, എല്ലാം കഴിച്ചു. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഒരു എന്താ പറയാ, എനിക്ക് ഇന്ന തന്നെ വേണം അങ്ങനെയൊന്നുമില്ല, എന്തും കഴിക്കും. അതെ, ഞാൻ ഉണ്ടാക്കി കൊടുത്ത എല്ലാം. ഞാനെന്നല്ല, ആരുണ്ടാക്കി കഴിച്ചു, അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കണമെന്നൊന്നുമില്ല. ഇപ്പം യൂട്യൂബിൽ നിന്നൊക്കെ ഒരു വരുമാനമായി തുടങ്ങി, അപ്പം സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രായത്തിലും സെൽഫ് സ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉള്ള ആൾ തന്നെയാണ്. അപ്പം ഇതിൽ ഫസ്റ്റ് ഏർണിങ്സ് ഒക്കെ കിട്ടിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരിക്കും ഒരു സാധനം വാങ്ങിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു കാര്യം എന്തായിരിക്കും സ്വന്തം എമൗണ്ട് കൊണ്ട്? ആദ്യം യൂട്യൂബിൽ നിന്ന് കിട്ടിയത് 12,000 സംതിങ് ആണ്. അതിനകത്ത് ആദ്യം നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു ഫോണാണ് എടുത്തത്, ഒരു വിവോ അങ്ങനത്തെ ഒരു ഫോണാണ് എടുത്തത്. പിന്നെ കുറച്ച് കാശ് പള്ളിയിലിട്ടു, അതാണ് ആദ്യം ചെയ്തത്. ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരിക്കും. അപ്പം ഇനി ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു കാര്യം എന്തായിരിക്കും? ആഡ് കമ്പനി പോലെ തുടങ്ങണം, നല്ല ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കുക, അതും നല്ല എന്താ പറയുക കുറഞ്ഞ ചിലവിൽ നല്ല രീതിയിൽ എങ്ങനെ ഒരു ആളിലോട്ട് അഡ്വർടൈസ്മെന്റ് എത്തിക്കാം എന്നുള്ള അങ്ങനെ ഒരു ഫേം തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കുറേ ആളുകളെയൊക്കെ അവരെ ജോലിക്കൊക്കെ നിർത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ക്യാമറ ആയാലും എഡിറ്റിങ് അങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ക്രിയേറ്റീവ് കണ്ടന്റ് ആയിട്ടിരുന്നുകൊണ്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യണം, അങ്ങനെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുള്ള ഇങ്ങനെ ചെയ്തുകൊണ്ട് അതിനുള്ള ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പൊന്നുൻ്റെ വീഡിയോ കാണുമ്പോഴാണെങ്കിലും ഒരുപാട് വീട്ടമ്മമാർക്കും ഇതുപോലൊക്കെ യൂട്യൂബ് തുടങ്ങണം എന്നോ അല്ലെങ്കിൽ ഇതുപോലൊക്കെ വരണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷേ ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ ബാക്കപ്പ് വേണമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങും, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളവരുണ്ടായിരിക്കും. ഈ ഒരു പ്രായത്തിൽ എനിക്ക് എങ്ങനെ തുടങ്ങാൻ പറ്റും, അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്നവരോട് എന്തായിരിക്കും പൊന്നിന് പറയാനുള്ളത്? അല്ല, യൂട്യൂബ് ചാനൽ ഇപ്പം ആർക്ക് വേണേലും തുടങ്ങാം. എന്താ പറയുക, 299 രൂപ കൊടുത്ത് റീചാർജ് ചെയ്യുന്ന ആർക്കും ഒരു ചാനൽ തുടങ്ങാം. അത് അതിനകത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. ഇപ്പം എല്ലാവരും നമ്മളോട് ചോദിക്കും എന്താണ് ജോലി, എന്താണ്, പക്ഷെ ഇതൊരു ജോലിയാണ്. നമ്മളെ ശരിക്കും ആരും നമ്മളെ ഭരിക്കാൻ ഇതിനകത്ത് ഇല്ല എന്നുള്ളൂ. അല്ലെങ്കിൽ ഇന്ന സമയത്ത് പോകണം, ഇന്ന സമയത്തേ വരാൻ പറ്റൂ, അങ്ങനെയില്ല. നമ്മൾ എത്രമാത്രം ഇതിനകത്തോട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ചുള്ള നമുക്കിങ്ങോട്ട് ഇപ്പോൾ ഫോളോവേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കിട്ടിക്കൊണ്ട്, അതിപ്പോൾ ഏണിങ്സ് ആണെങ്കിൽ വരെ. പക്ഷെ ഇതും ഒരു ജോലിയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൂ. പിന്നെ ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളെ ഉള്ളൂ, വളരെ മിക്കവരും ബ്ലോഗിങ്ങിലാണ് ചെയ്യുന്നത്. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുന്നവങ്ങൾ ചെയ്യുക. പക്ഷെ ഈ ഒരു കാര്യം വരുമ്പോഴും ഇത് കുറച്ചൊരു എന്താ പറയുക എഫേർട്ട് ഇടുന്ന ഒരു കാര്യമാണ്, ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന ഓരോ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്റ്റോറി ഉണ്ടാക്കുക, ഇപ്പം സ്ക്രിപ്റ്റ് ആക്കുക, അത് ഒരാളിലോട്ട് എത്തിക്കുക, ഡയലോഗ് ഇപ്പം ഞാൻ അങ്ങനെ എഴുതിയൊന്നും വെക്കാറൊന്നുമില്ല. ഓരോ സിറ്റുവേഷനും സീൻ ബൈ സീൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം ചെയ്യാറുള്ളൂ. ഫുൾ ഒരു സ്ക്രിപ്റ്റ് പോലെയും ഡയലോഗ് ഇന്നതാണെന്നൊന്നും ഇപ്പം എൻ്റെ കൂടെ വരുന്നവർക്കും സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവരും കയ്യിൽ നിന്നൊക്കെ ഇട്ട് അതെ, അവരുടെ അടുത്തൊന്നും നമ്മൾ സജഷൻ ചോദിക്കും. അവരും ഇങ്ങനെ ഇതിങ്ങനെ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ എൻ്റെ ആണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ആരെന്താ നമ്മളോട് പറയുന്നത് എല്ലാം സജഷനിൽ വെക്കും. അവരൊരു സ്റ്റോറി ചിലപ്പോൾ അവരൊരു രാത്രി വിളിക്കും, പുനമ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, അപ്പോൾ ഓക്കെ ഞാനത് നോട്ട് ചെയ്യും, നമുക്കിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ സംസാരിച്ച് നമുക്കത് സ്ക്രിപ്റ്റ് ആക്കാം. അവരുടെ ഇതിൽ ചിലപ്പോൾ ഞാൻ അവരുടെ സ്റ്റോറിക്ക് അവർക്ക് ഇത് കൊടുക്കും, ഇന്നവരുടെ സ്റ്റോറിയാണ്. അങ്ങനെയും ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ. അവർക്ക് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അവരെ കാണിക്കാൻ പറ്റില്ല, ചിലപ്പോൾ അവരുടെ ഒരു ലൈഫിലെ ഇൻസിഡൻറ്റ് നമ്മൾ സ്റ്റോറിയാക്കി കൊടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം കമന്റ് ബോക്സിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ആണ്, എന്നാലും നെഗറ്റീവ്സും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് ഈ ഒരു ഫീൽഡിലേക്ക് വരണമല്ലോ, നെഗറ്റീവ് വരണമല്ലോ. അപ്പൊ അങ്ങനെ നെഗറ്റീവ് വന്നിട്ട് അതിൽ നിന്ന് ഹൈപ്പ് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നമ്മളുടെ വീഡിയോസിൽ ഇന്നത് എടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചത് പോരാ,
അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഒരു ആശയം അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും, അതൊക്കെ ഉണ്ട്. അത് അല്ലാതെ നമ്മൾ നെഗറ്റീവ് കേട്ടോണ്ട് ഹൈപ്പ് ഉണ്ടാക്കാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. എന്നാലും ഈ കമന്റ്സിനെയൊക്കെ കേൾക്കുമ്പോൾ നെഗറ്റീവ്സ് പൊതുവെ ആൾക്കാർ നെഗറ്റിവിറ്റി കേൾക്കുമ്പോൾ താഴേക്ക് പോകുന്നൊരു മെന്റാലിറ്റിയാണ് ഉള്ളത്. എങ്ങനെയാണ് അതിനെ? ഇല്ല, ആദ്യത്തെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു വൈറലായിട്ടുള്ള വീഡിയോ മോശമായിട്ടുള്ള രീതി അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ചെയ്തത് നല്ലൊരു കാര്യമാണല്ലോ. ശരിക്കും അന്ന് എൻ്റെ എഡിറ്റിംഗ് കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞ സെന്റൻസും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കയറിപ്പോയി. ചിലർക്ക് അത് മനസ്സിലാവില്ല, കേൾക്കുന്നുണ്ടാവില്ല ഞാൻ പറയുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ അതും ഭയങ്കര അന്ന് അത് അവിടെ വെച്ച് നിർത്തിയാലോ എന്ന് വിചാരിച്ചു നമ്മൾ. അപ്പോഴേക്കാണെങ്കിൽ എന്താ മനുഷ്യനോട് ഞാൻ പറഞ്ഞു ഞാൻ നിർത്തുകയാണ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വേണ്ടത്, നമുക്ക് അതൊന്നും വേണ്ട, എല്ലാവരും ഇങ്ങനെ എടുക്കുന്നത്. അങ്ങനെ കുറേ പോകുന്നിടത്ത് മൊത്തം ഭയങ്കര ചീത്തവിളിയായിരുന്നു. ഫേസ്ബുക്കിൽ വേറെ പേജുകളിലൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഭയങ്കരമായിട്ട് ഞാനാണ് അമ്മ എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ ഒരു ദിവസം മനുഷ്യൻ്റെ ഒരു കോൾ വന്നിട്ട് ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടാ, നീ എങ്ങനെയാണ് അവളുടെ കൂടെ ജീവിക്കുന്നത്, കൊച്ചിലേക്ക് തല്ലിക്കൊന്നല്ലോ കേട്ടേന്ന് പറഞ്ഞാൽ ചിരിച്ചോണ്ടാ പറഞ്ഞത്. അപ്പോൾ എന്നോട് ചോദിച്ചു, നമ്മളെ അറിയാവുന്നവർക്ക് നീ ചെയ്തത് ആക്ടിങ് ആണെന്നറിയാം, പിന്നെ എന്തിനാണ് നീ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിർത്താൻ പോകുന്ന ആക്ടിങ് എന്ന് ചോദിച്ചു. പിന്നെ റീസ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ നെഗറ്റീവിനോടൊന്നും അങ്ങനെ വലിയ അത് ആലോചിച്ചിരിക്കുക, നമ്മൾ ഒരെണ്ണം വിട്ടു അടുത്ത കണ്ടന്റ് ചിന്തിച്ചു പോകുന്നു. ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അത് അന്നേരം പോയി അടുത്ത കണ്ടന്റിലോട്ട് വരും, മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഇനി ഇതുപോലുള്ള കണ്ടന്റുകൾ തുടരെ ഞങ്ങളിലേക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ദിവസം നമ്മളിങ്ങനെ ഈ ഒരു ചാനലിൽ കയറി എന്ത് കണ്ടന്റാണ് വന്നിരിക്കുന്നത് നോക്കാറുള്ളൊരു ചാനലാണ്. സോ എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.